തലവേദന അല്ലെങ്കിൽ ചെന്നിക്കുത്ത് ഇത് അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഒരു തവണയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും തലവേദന വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് തലവേദന, എന്തുകൊണ്ടാണ് തലവേദന ആ ഒരാളുകളിൽ മാത്രം വരുന്നത് എന്നാൽ ചിലർക്കില്ല, എന്നാൽ പാരമ്പര്യമായിട്ട് വീടുകളിൽ തന്നെ ചില ആൾക്കാർക്കുണ്ട്, ചില ആൾക്കാർക്കില്ല. ഇതെന്തുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ ഇത് പോവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഇത് മെഡിസിൻ എടുത്താൽ മാറാവുന്നതാണോ? ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഹലോ ഡോക്ടറെ, ഗോപിക ഡോക്ടർ അല്ലേ? ഞാനന്ന് നിങ്ങളിന്ന് മറ്റേ മൈഗ്രെയിന് മരുന്ന് വാങ്ങിയിരുന്ന പേഷ്യൻ്റാണേ. വലിയ ഉപകാരമായി നിങ്ങളെ മരുന്ന് ടോളി. 14 വർഷമായിട്ട് ഞാൻ അതുകൊണ്ട് ഇടങ്ങറായി കഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. നല്ല വിഷമത്തിലായിരുന്നു. യാദൃശ്ചികമായിട്ട് നിങ്ങളെ വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടു, ഞാൻ ബന്ധപ്പെട്ടു, ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് നടത്തി. വളരെ ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസത്തെ മരുന്നേ ഞാൻ കഴിച്ചുള്ളൂ. അപ്പോൾ തന്നെ എല്ലാം മാറി. ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കഷ്ടിച്ചൊരു മാസമായി ഇപ്പോൾ മാറിയിട്ട്. മറ്റേത് ആഴ്ചയിൽ എന്തായാലും 2 ദിവസം ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളെ മരുന്നിൻ്റെ എത്ര വലിയൊരു ഇത് എനിക്കറിയില്ല. അങ്ങനത്തെ മരുന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരുപാട് മരുന്ന് കഴിച്ചു. തൽക്കാലം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ 4 ദിവസത്തെ ഒരു കുറവ് കിട്ടുന്നല്ലാണ്ട് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അത് വലിയ ഉപകാരമായി. എങ്ങനെ ഇപ്പം കൂടെ നന്ദി പറയാമെന്നറിയില്ല. താങ്ക്സ് എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കില്ല. വന്ന് കണ്ടിട്ട് തന്നെ പറയണം. അത് ഓൺലൈനിൽ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ട് ആളെയും കണ്ടിട്ടില്ല, നിങ്ങളെ സ്ഥാപനം കണ്ടിട്ടില്ല. ഏതായാലും വലിയ ഉപകാരം. ദൈവത്തിന് നന്ദി, അള്ളാഹ്ക്കും നന്ദി. ഓക്കെ, താങ്ക് യു. ഗോപിക ഡോക്ടറാണെന്ന് വിചാരിക്കുന്നു. എന്താണ് തലവേദന? തലയിലുള്ള രക്തക്കുഴലുകളിലുള്ള സങ്കോച വികാസങ്ങൾ കാരണമാണ് തലവേദന വരാറ്. അപ്പോൾ അതിൽ പ്രഷർ ചേഞ്ചൊക്കെ കാരണം തലവേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ തലവേദനയെ നമ്മൾ നോർമലി രണ്ടായിട്ടാണ് പറയുക: ടെൻഷൻ വാസ്കുലർ ഹെഡേക്കും അതുപോലെ തന്നെ മൈഗ്രെയിൻ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നേരിട്ട് വന്നിട്ട് പറയുക ഡോക്ടറെ മൈഗ്രെയിൻ ആണ്. അതെന്താന്ന് പോലും അവർ കണ്ടെത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ഫസ്റ്റ് ടൈം വന്ന് പറയുക എന്താണ് മൈഗ്രെയിൻ ആണ്, ഇതിന് മരുന്നുണ്ടോ, ഇത് മാറ്റാൻ പറ്റുന്നൊരു അസുഖമാണോ, കുറേ കാലമായി മരുന്ന് കഴിക്കുന്നു, 20 വർഷമായി, അതൊക്കെ ഒരു മിനിമം ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? ഈ ടെൻഷൻ വാസ്കുലർ ഹെഡേക്ക് എന്ന് പറയുന്നത് നമ്മളെ തലയിലേക്ക്, മീൻസ് നമ്മുടെ സ്ട്രെസ്സോ ടെൻഷനോ കാരണമല്ല, തലയിലുള്ള പ്രഷർ കാരണമാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഓക്കാനോ ഛർദി അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിലടിക്കുക അല്ലെങ്കിൽ വെളിച്ചം വരുന്ന സമയത്ത് വേദനയോ, അതുപോലെ ചെറുതായിട്ട് സൗണ്ട് കേൾക്കുമ്പോഴേക്ക് വേദനയോ, ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ടെൻഷൻ വാസ്കുലർ ഹെഡേക്കിന് ഉണ്ടാവില്ല. നമ്മളെ തലയ്ക്ക് ചുറ്റും ഒരു പ്രഷർ വന്ന പോലെയാണ് തോന്നുക, ഒരു തൊപ്പിയിട്ട ഫീലിംഗ്, അല്ലെങ്കിൽ ഒരു നല്ല ബാൻഡ് ഉപയോഗിച്ചിട്ട് തോർത്തോ മൊത്തത്തിൽ കെട്ടിയ പോലെ ഒരു വലിഞ്ഞു മുറുകുന്ന അവസ്ഥയാണ് തലയ്ക്കുണ്ടാവുക. ഇതാണ് ടെൻഷൻ വാസ്കുലർ ഹെഡേക്ക്. എന്നാൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. മൈഗ്രെയിൻ നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് അല്ലെങ്കിൽ 2 സൈഡുകളിൽ മാത്രം, മെയിൻലി ഒരു 90% ആളുകളിലും അറ്റ് എ ടൈം ഒരു സൈഡിൽ മാത്രമാണ് ഉണ്ടാവാറ്. അതുപോലെ ഇതിനോടനുബന്ധിച്ച് ഓക്കാനുണ്ടാവും, ഛർദി ഉണ്ടാവും, തലചുറ്റൽ ഉണ്ടാവാറുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങാറുണ്ട്. ചിലർക്ക് എന്ന് പറഞ്ഞാൽ മൈഗ്രെയിൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇന്നത് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളൊരു സിഗ്നൽ കിട്ടാറുണ്ട്. കാരണം ചെറിയ രീതിയിലുള്ള ക്ഷീണോ അല്ലെങ്കിൽ ആദ്യം തന്നെ കണ്ണിനൊരു മങ്ങൽ വരിക. ചിലർക്ക് കോട്ടുവായി ഇടാറുണ്ട്, അതിന് ശേഷമാണ് തലവേദന വരാറെന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഇത്തരം ഈ ലക്ഷണങ്ങളെയാണ് നമ്മൾ ഓറ എന്ന് പറയാം. കാരണം മുൻകൂട്ടി അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ മൈഗ്രെയിനും ഓറ ഉള്ളതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സവിശേഷത അതിനുണ്ട്. പിന്നെ തലചുറ്റൽ, തലകറക്കം, BP വേരിയേഷൻ കാണാറുണ്ട്. മൈഗ്രെയിൻ ഇത്രയും ലക്ഷണങ്ങളാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്? ഇതിന് മൊത്തത്തിൽ ഉണ്ടാവുന്നതിന് നമ്മൾ ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്നാണ് പറയുക. സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഒന്നാമതെന്ന് പറഞ്ഞാൽ കോഫി അല്ലെങ്കിൽ ഈ ചായ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ, അതിനൊരു അഡിക്ഷൻ ഉള്ളവരിലാണ് മെയിനായിട്ട് കാണാറ്. കാരണം നമ്മുടെ ബ്രെയിനിൽ എന്ന് പറഞ്ഞാൽ സ്റ്റിമുലൻ്റ് ആണ്. കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യങ്ങൾ കിട്ടണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കോഫി കുടിക്കുന്ന സമയത്തിൽ ചേഞ്ച് വരിക. ഇപ്പോൾ ഡെയിലി ചിലപ്പോൾ 5ഉം 6ഉം തവണ കോഫി ചായയും കുടിക്കുന്നവരാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ കോഫി അല്ലെങ്കിൽ ചായ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 7-8 മണിക്കൂർ സ്ഥിരമായിട്ട് ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നമ്മളെ സൈക്ലിക് റിതത്തിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും അത് തലവേദനയ്ക്ക് കാരണമാവും.
അപ്പോൾ നമ്മുടെ ശരീരത്തിന് കറക്റ്റ് ഒരു 7-8 മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നിങ്ങളെ തലവേദന നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ശരീരം ഡീഹൈഡ്രേറ്റഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുക. നിർജ്ജലീകരണമില്ല, ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നുണ്ട്. 25 കിലോ ഉള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കണം. അപ്പോൾ 50 കിലോ ഉള്ള ആൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. ആ രീതിയിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും അതേപോലെ സർക്കുലേഷൻ ആവശ്യമായ വെള്ളം കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ തലവേദന ഉള്ളവർ വന്ന് പറയുന്നതാണ് എല്ലാ ടെസ്റ്റും ചെയ്തു, MRI എടുത്തു, ഇതിലൊന്നും ഒരു കുഴപ്പമില്ല. കാരണം അതിലൊന്നും കുഴപ്പം കാണിക്കില്ല. അതിൽ രക്തക്കൊള്ളുകളിൽ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. അപ്പോൾ അറ്റ് എ ടൈം ഒരു മാറ്റം ഉണ്ടായിക്കൊള്ളണമെന്നില്ല ടെസ്റ്റ് റിപ്പോർട്ടുകളിൽ. പക്ഷേ അവിടെ കോശങ്ങൾക്കൊക്കെ ചെറിയ രീതിയിൽ വെള്ളം കിട്ടാഞ്ഞാലും ഇത്തരം ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിലുള്ള എന്ത് ചേഞ്ചും തലവേദനയ്ക്ക് കാരണമാവാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം കറക്റ്റ് സമയത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടുതൽ പേരിലും പറയുന്നതാണ് വെയിൽ കൊള്ളുമ്പോൾ. അത് അവർക്കൊരു സൺലൈറ്റിനോട് ഒരു സെൻസിറ്റിവിറ്റി കൂടുതലുള്ളതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു പരിധി വരെ സൺലൈറ്റ് പോവാതിരിക്കുക, അല്ലെങ്കിൽ അഥവാ വെയിലത്ത് പോകേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ കുടയെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ ഈ മൈഗ്രെയിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ഫാക്ടറാണോ നമ്മളെ ട്രിഗർ ചെയ്യുന്നത് ആ ഫാക്ടർ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ഇങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു ഡയറി സൂക്ഷിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവർക്ക് തലവേദന വരുന്ന സമയത്ത് ഇനി എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണോ, അല്ല സൗണ്ട് കേട്ടിട്ടാണോ, എന്ത് സംഭവിച്ചിട്ടാണ് അവർക്ക് തലവേദന വന്നത്, ഡെയിലി ഉണ്ടോ, ഒരേ സമയത്താണോ ഇത് വരുന്നത്, എന്തെങ്കിലും സംഭവങ്ങൾക്ക് ശേഷമാണോ, അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ അത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന തലവേദന നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തലയെ തണുപ്പിക്കാൻ ശ്രദ്ധിക്കുക. കോൾഡ് പാക്ക്. കാരണം ചിലർക്ക് തല കൂടുതലായിട്ട് ഹീറ്റ് ആവുന്ന സമയത്താണ് തലവേദന വരിക. അപ്പോൾ ഒരു കോൾഡ് പാക്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക. സ്ഥിരം പറയുന്ന പോലെ തന്നെ എക്സസൈസ് എപ്പോഴും മൈഗ്രെയിന് നല്ലതാണ്. എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മൈഗ്രെയിൻ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യാൻ നോക്കുക. ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണ്. മൈഗ്രെയിൻ ഉള്ളവർക്ക് വളരെ നല്ല രീതിയിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കാറുണ്ട്. പിന്നെ ചോക്ലേറ്റിൻ്റെ ഉപയോഗം, അതുപോലെ തന്നെ മധുരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ പറയാനുള്ളത് പുളിയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കമ്പ്യൂട്ടർ യൂസേജ് ഇന്നത്തെ ഒരു തലമുറയിൽ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വരുന്ന കണ്ണിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് മൈഗ്രെയിൻ. അപ്പോൾ കൂടുതലായിട്ട് ഒന്നെങ്കിൽ ഫോണിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമ്മൾ കൂടുതൽ അടുത്ത് പിടിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സമയം യൂസ് ചെയ്യുന്നവരായിരിക്കും. ഈ അറ്റേ സ്ട്രെച്ചിൽ കൂടുതലായിട്ട് നമ്മളിതിൽ നോക്കുന്ന സമയത്ത് കണ്ണിൻ്റെ പവർ കുറയും. പക്ഷേ ആ സമയത്ത് നമ്മൾ കണ്ണിന് ഡോക്ടറെ കാണിക്കുന്നുമില്ല, കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നില്ല, തലവേദന വരുന്നു, തലവേദനയ്ക്ക് മരുന്ന് വെറുതെ പെയിൻ കില്ലേഴ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലെൻസ് വെക്കേണ്ടതായിരിക്കാം. കാഴ്ചക്കുറവ് കാരണം നിങ്ങൾക്ക് തലവേദന വരാം. അപ്പോൾ അതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണ് പരിശോധിച്ച് അത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പിന്നെ വരുന്നുണ്ട് തലവേദന എന്നുണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ എപ്പോഴും തലവേദന സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ മെഡിസിൻ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അത് കൂടുതലായിട്ട് മെഡിസിൻ എടുക്കുന്നതിനേക്കാൾ നല്ലത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താകുമ്പോൾ പെട്ടെന്ന് അത് റിലീവ് കിട്ടും. മീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, വിറ്റാമിൻ ഡി റിച്ചായ omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുക. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ട്രിഗറിങ് ഫാക്ടർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ മൈഗ്രെയിനിൽ സക്സസ് ആയി എന്നാണ്. കാരണം പിന്നീട് നിങ്ങൾക്കൊരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പക്ഷെ അത് കിട്ടാത്തടത്തോളം കാരണം നിങ്ങൾ വീണ്ടും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിലർക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്നതായിരിക്കും, ചിലർക്ക് സാവധാനം വന്ന് അത് കൂടുതൽ ദിവസങ്ങൾ നിലനിൽക്കുന്നതാവും. അപ്പോൾ ഒരു ഡോക്ടറെ കാണുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾക്ക് വരുന്ന തലവേദനയുടെ ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഇൻറ്റൻസിറ്റി, ഡ്യൂറേഷൻ, എത്ര തോതിൽ വരുന്നുണ്ട്, എത്ര കൂടുതലായിട്ടാണ് വരുന്നത്, അതുപോലെ എത്ര വട്ടം ആവർത്തിച്ച് വരുന്നുണ്ട്, ഒരു തലവേദന കഴിഞ്ഞാൽ എത്ര ദിവസം അത് നീണ്ടു നിൽക്കുന്നുണ്ട്, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതിലുള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ മെഡിസിൻ എടുത്തു കഴിഞ്ഞാലുള്ള ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ മാറ്റി കഴിയുമ്പോഴുള്ള ചേഞ്ചസ് മനസ്സിലാക്കണമെങ്കിൽ ഇത് മുന്നേ എന്തായിരുന്നു നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടു നടക്കണം. പിന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം അനുഭവിക്കുന്നതായിരിക്കാം, എല്ലാവർക്കും ഈ ഒരേ ലക്ഷണങ്ങളായിരിക്കില്ല. അപ്പം നമ്മൾ ഹോമിയോപ്പതിയിൽ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ലക്ഷണങ്ങൾ വ്യത്യസ്തമാവും. അപ്പോൾ ഓരോരുത്തരുടെ ലക്ഷണങ്ങളും
അത് ഏതൊക്കെ സമയത്ത് കൂടുന്നു കുറയുന്നു ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടായ ഒരു ഹോമിയോപ്പതി മെഡിസിൻ അത് തന്നിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടാറുണ്ട്. നിങ്ങൾ ഈ ജീവിതശൈലിയിൽ മാക്സിമം ചേഞ്ചസ് വരുത്തി നോക്കുക. ആൽക്കഹോൾ, സ്മോക്കിംഗ് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ഈ ഹാബിറ്റുകൾ കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ തന്നെ ബുദ്ധിമുട്ടുകൾ കുറയും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ കറക്റ്റ് സമയത്തുള്ള ഉറക്കം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഒരു 80% ആളുകളിലും ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു. എന്നിട്ടും ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.